കില്ലാടികളെ നമ്മുടെ നാദിർഷ സലീം രണ്ടു ദിവസമായി സോഷ്യൽ മീഡിയയിൽ എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണില്ലാതുള്ള എന്താ സംഭവിച്ച ബോഡി ബിൽഡറാണ് പുള്ളിക്കാരൻ്റെ പ്രൊഫൈൽ ഞാൻ എടുത്തിട്ടുള്ളത്. മിസ്റ്റർ കൊച്ചി 2024 ടൈറ്റിൽ വിന്നറാണ്. പിന്നെ അതുപോലെ തന്നെ മിസ്റ്റർ കൊല്ലം 2024 ടൈറ്റിൽ വിന്നറാണ്. ഫിറ്റ്നസ് ഇൻഫ്ലുവൻസർ, പിന്നെ കണ്ടന്റ് ക്രിയേറ്ററൊക്കെയാണ്. പുള്ളിക്കാരൻ 1,83,000 സംതിങ് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് വെച്ചാൽ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയാണ് ഞാൻ കാണാൻ ഇടയായത്. അപ്പോൾ എന്താ സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മത്സരിക്കാൻ വേണ്ടി പോയി മത്സരിച്ചപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഡിയൻസ്, അവിടെ നിൽക്കുന്ന ഓഡിയൻസ് എല്ലാവരും ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ നോർമലി ഒരു എന്താണ് അതിന്റെ പേര്, ഷോ ഇപ്പോൾ നമ്മളെന്താ വെച്ചാൽ മിസ്റ്റർ കേരള അങ്ങനത്തെ ജിം ബോഡി ഷോ മറ്റേ പരിപാടിയാണ്, കോമ്പറ്റീഷനൊക്കെ പോകുന്ന ആൾക്കാരെ ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഉള്ള ആൾക്കാരായിരിക്കാം എല്ലാവരും. അത്യാവശ്യം ഫിറ്റ്നസ് മറ്റേ ജിമ്മിന് പോകുന്ന ആൾക്കാരായിരിക്കാം, പിന്നെ അത് ജിമ്മിന് പോയ ആൾക്കാരായിരിക്കും നേരത്തെ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അറിവുള്ള ആൾക്കാരേക്കും പോവുക. അതിലൊരു 100-ൽ 10% ആൾക്കാരൊക്കെ അറിയാത്തപ്പോൾ നമ്മളൊക്കെ പോകുന്ന വെച്ചാൽ അറിയില്ല, നമുക്ക് എന്താ വെച്ചാൽ എന്താ സംഭവം എന്ന് അറിയില്ല, പോകുന്നു ആ മസിൽ സൂപ്പർ ഉണ്ടെന്നൊക്കെ. പക്ഷെ എന്താ വെച്ചാൽ ബോഡി ബിൽഡർ കണക്കാക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് കട്ടിങ്സ് കാര്യങ്ങൾ, അതിനനുസരിച്ച് ഓരോ ഫിറ്റ്നസ് ഓരോ വെയിറ്റിനനുസരിച്ച് കാറ്റഗറിയാണ് ഇല്ലാതെ ഞാൻ കേട്ടിരിക്കുന്നത് കേട്ടോ, അങ്ങനെ എനിക്കറിയുള്ളൂ. അപ്പൊ സോ എന്താ വെച്ചാൽ അത്രയും അവിടെ ഓഡിയൻസ് വന്ന എല്ലാവരും പറയുന്നത് പുള്ളിക്കാരനാണ് വിന്നറാണ്. പക്ഷേ അവിടെ ഇരിക്കുന്ന ഒരു ജഡ്ജ് വന്നിട്ട് പുള്ളിക്കാരനല്ല വേറൊരാൾക്ക് മറ്റേ പ്രൈസ് കൊടുത്തു. പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനെ വിന്നിങ് ഇതായതായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് മോശമല്ലേ? നമ്മൾ മെറിറ്റിൽ കയറി വരുന്നവർ സപ്പോർട്ട് ചെയ്യണ്ടേ? നമ്മുടെ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ മെറിറ്റിൽ വരുന്നവർക്ക് നമ്മളും സപ്പോർട്ട് ചെയ്യുള്ളൂ, മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ചെറ്റ പരിപാടി ആരും കാണിക്കാൻ പറ്റില്ല, അത് നമുക്ക് പറ്റാത്തൊരു പരിപാടിയാണ്. മെറിറ്റിൽ വരുന്നവർ അത്രയ്ക്ക് കഷ്ടപ്പെടുന്നവരെന്നൊക്കെ നമ്മളത് കൊടുക്കാനും വേണം. എന്ന് വെച്ചാൽ അവരായിരിക്കും ഡിസേർവ് ആയിട്ട് നിൽക്കുക, മനസ്സിലായില്ലേ? അല്ലാതെ വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വന്നിട്ട് ഞാൻ മറ്റേ മറിച്ചതാണ് വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. കഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ അവർക്ക് അതിന് ഫലം ഉണ്ടാവണമെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അതിന് വേണ്ടി നടക്കുന്ന ആൾക്കാരാണ്, മനസ്സിലായില്ല? ഡെഡിക്കേഷനും കാര്യങ്ങളും എത്ര അതിന്റെ ഫുഡ് മാനേജ്മെന്റിലേക്ക് ഫുഡ് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അതിനുള്ളൊരു കിട്ടണ്ടല്ലേ? അപ്പൊ അതല്ലേ നല്ലത്. അപ്പൊ അതിന്റെ കുറച്ച് വീഡിയോസ് ക്ലിപ്സ് കാര്യങ്ങൾ അതിന്റെ കിട്ടട്ടെ, അത് ഞാൻ വെക്കാം. എന്ന് വെച്ചാൽ ആ കോമ്പറ്റീഷൻ നടന്ന സമയത്തും ആൾക്കാർ സംസാരിക്കുന്നത് വേറെ കുറെ ഫിറ്റ്നസ് ട്രെയിനർമാർ സംസാരിക്കുന്നുണ്ട് പുള്ളിക്കാരനെ കിട്ടേണ്ടത് എന്തുകൊണ്ട് അവർക്ക് കൊടുത്തു എന്നൊക്കെ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട്. പിന്നെ അതിനുശേഷം എന്താ വെച്ചാൽ നമ്മുടെ നാദിർഷ സലീം എന്ന് പറഞ്ഞ അതായത് ബോഡി ബിൽഡർ പുള്ളിക്കാരൻ പറയുന്നുണ്ട് പോലീസ് കേസായി, എന്ന് വെച്ചാൽ അവർ കൊണ്ട് കേസ് കൊടുത്തിരിക്കാൻ, നടത്തിപ്പേർക്ക് കേസ് കൊടുത്തിരിക്കാൻ വേണ്ടി അതിന് കുറേ വീഡിയോസ് ഉണ്ട്. ഞാൻ 2-3 മാത്രം കേട്ടോ. ഓക്കെ, പ്ലേ വീഡിയോ ആദ്യം സംഭവം. ഞാൻ 2025-26 കൊല്ലം ജില്ലാ ചാമ്പ്യനായിരുന്നു. ഞാൻ ഇന്ന് ഫെബ്രുവരിയിൽ എങ്ങനെ ഒരു ബോഡി ബിൽഡിംഗ് ഫിസിക്കിലേക്ക് തന്നെ വന്നു. അതേ എനിക്ക് കൊല്ലത്ത് മാർക്കറ്റ് അതേ ജഡ്ജ്മെന്റ് ഇവിടെ ഇരുന്നത്. അന്ന് എന്തുകൊണ്ട് എന്റെ കൊല്ലം ജില്ലാ ചാമ്പ്യനാണ് തെരഞ്ഞെടുത്തത്? എനിക്ക് റീസൺ അറിയണം. ഞാൻ തുടങ്ങിയ ഡേ 1 മുതൽ ഇന്ന് വരെ ഞാൻ എല്ലാം ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. അതാണ് കിട്ടുള്ളത്. ആദ്യത്തെ വീഡിയോ എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറയുമ്പോൾ ആൾക്കാർ നടത്തിപ്പോയി അവരെ കുറിച്ച് മാറ്റുണ്ട്. അത് വെച്ചാൽ അതെല്ലാം എന്നൊക്കെ മാറ്റുണ്ട്, അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം കുറച്ച് മാസ്റ്റർമാർ സംസാരിക്കുന്നുണ്ട്, അതിന് നോക്കിയതാ. വേറെ ഒരു കാര്യമില്ല, എന്തിന് അവനെ അന്നേരം ഡിസ്ക്വാളിഫൈ ചെയ്യാതെ ഫൈനലിലോട്ട് സെലക്ട് ചെയ്തു? അവന്റെ പ്ലേസ് മറ്റൊരാൾക്കല്ലേ കൊടുക്കണ്ടേ? അപ്പൊ 5ാം സ്ഥാനത്ത് അല്ലെങ്കിൽ ഫൈനലിൽ വരേണ്ട അത്ലീറ്റ് എവിടെ അല്ലേ? ഡിസ്ക്വാളിഫൈ ചെയ്യാനോ ഇങ്ങനൊരു ക്രൈറ്റീരിയ ഒരു മെഡൽ കൊടുക്കണ്ടെന്നുണ്ടെങ്കിൽ എന്തിന് ഫൈനലിലോട്ട് തെരഞ്ഞെടുക്കും? വേറെ കാര്യമൊന്നും പറയാനില്ല. ജഡ്ജസ് നീഡ്സ് ടു അപ്ഗ്രേഡ്. എനിക്കതാ പറയാനുള്ളത്. അർജുന അവാർഡി പോലുള്ള റെസ്പെക്ട്ഫുൾ പീപ്പിൾ ഇതുപോലത്തെ ജഡ്ജ്മെന്റ് ചെയ്യുന്നത് വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആണ്. അഗെയിൻ അർജുന അവാർഡി പോലുള്ള ജഡ്ജസ് ഇരുന്ന ഒരു പാനലിൽ നിന്ന് ഇങ്ങനെയുള്ള ജഡ്ജ്മെന്റ് വരുന്നത് എക്സ്ട്രീംലി ഡിസപ്പോയിന്റിംഗ്. കൊല്ലം ജില്ലയിൽ മത്സരിച്ചപ്പോൾ എന്റെ കഴുത്തിൽ സ്ലാഷ് ഇട്ടുകൊണ്ട് പറഞ്ഞത് യു ഹാവ് എ ഗ്രേറ്റ് ഫിസിക് എന്നാണ്. യു ഹാവ് എ വണ്ടർഫുൾ ഫ്യൂച്ചർ ഇൻ മെൻസ് ഫിസിക് എന്നാണ്. അങ്ങനെ തന്നെ വീഡിയോ കിടപ്പുണ്ട്. മീഡിയക്കാരെ ഇൻസ്റ്റഗ്രാമില് ഇതേ വ്യക്തികളുടെ മൈക്കും പിടിച്ചുകൊണ്ട് അവര് കാണിച്ച അഡ്വർടൈസിങ് എന്താ പറയാ ഗിമ്മിക്കിന്റെ വീഡിയോ കിടപ്പുണ്ട്. അന്നവർക്ക് അമേസിംഗ് ഫിസിക്കും അടിപൊളിയായിരുന്നെങ്കിൽ ഇന്നെന്താണ് ഈ മാറിയത്? ജില്ല മാറിയപ്പോഴോ കോമ്പറ്റീഷൻ മാറിയപ്പോഴോ ഒരേ ആള് സിമിലർ പാക്കേജസ്. വി ഹാവ് വീഡിയോ പ്രൂഫ് ടു ഷോ ദാറ്റ് അതേപോലത്തെ പാക്കേജ് വെരി സിമിലർ ഐഡന്റിക്കൽ പാക്കേജ് ആവുന്നത് മേ ബി സ്ലൈറ്റ്ലി ബെറ്റർ. അത്രേ ഉള്ളൂ. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഈ കണ്ടു നിന്ന ആൾക്കാരുടെ ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഇതിന് ഉത്തരം തരണം. ജഡ്ജ്മെന്റ് കറക്റ്റ് ആയിരുന്നു? നിങ്ങൾക്ക് എന്തുവാ ഇത് മനസ്സിലായത്? നിങ്ങളിപ്പൊ സംസാരിക്കും, നിങ്ങൾ വാ തുറന്നാലേ അടുത്ത പ്രാവശ്യം ഇതുപോലത്തെ പരിപാടികൾ നടക്കാതിരിക്കുന്നുള്ളൂ.
വർഷങ്ങളായിട്ട് ഇവർ ചെയ്യുന്ന പരിപാടി ഇതാ. എത്ര രൂപ മുടക്കിയെന്നറിയാം ഒരു അത്ലറ്റ് ഈ മത്സരത്തിന് മത്സരിക്കുന്നത്. പൈസയുടെ കാര്യമല്ല, ഫാമിലി കളഞ്ഞ് അവന്റെ മെന്റൽ പീസ് കളഞ്ഞ് ഡേ നൈറ്റ് വർക്കൗട്ട് ചെയ്ത് ഡയറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സ്റ്റേജിൽ വന്ന് നമ്മൾ പ്രസന്റ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞില്ല എന്ത് സംഭവിച്ചു. ഞാൻ പറഞ്ഞില്ല, ഒരു ജിം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു കോമ്പറ്റീഷൻ ഇറക്കാൻ പറഞ്ഞാൽ അത്രയ്ക്ക് ഡെഡിക്കേഷൻ ഉള്ള ആൾക്കാർ ഇറങ്ങുള്ളൂ. എന്ന് വെച്ചാൽ അവരുടെ അത് വർക്കൗട്ട് കാര്യങ്ങൾ മറ്റൊക്കെ സംഭവങ്ങളെല്ലാം വർക്കൗട്ടല്ല, അവരുടെ ഫുഡിന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉറക്കം അല്ലെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് അതെല്ലാം മാറ്റി വെച്ചിട്ട് അവർ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് മറ്റൊരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അത്ര ആൾക്കാർ അവർ കണ്ടു നിൽക്കുകയാണ് കേട്ടല്ലോ. അവർക്കൊക്കെ അറിയാം പുള്ളിക്കാരാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. വേറെ വീഡിയോസ് ഉണ്ട്, വെക്കാം. ഹേ ഗൈസ്, ഇന്നലത്തെ കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഞാൻ വീണ്ടും കണ്ണൂരിൽ നിന്ന് കൊല്ലത്തേക്ക് പോവുകയാണ്. രാവിലെ മുതലേ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജസ് ആയിട്ടും മെൻഷൻസ് ആയിട്ടും കുറെ കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്നലെ നടന്ന ഇൻസിഡന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ നിൽപ്പുണ്ട്. ഞാൻ ചെറിയൊരു ഔട്ട്ലൈൻ തരാം, വീട്ടിൽ ചെന്നിട്ട് ഞാനൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാം. ഫസ്റ്റ് കേസ്, എനിക്ക് വിൻ ചെയ്യാൻ പറ്റിയില്ല. സ്റ്റേജിൽ നിങ്ങൾ കണ്ടത് ഞാൻ ആ ക്ലാരിഫിക്കേഷൻ ചോദിക്കുന്നതാണ്. അന്നേരം മൈക്കിലൂടെ അനൗൺസ് ചെയ്തത്, അതായത് അർജുന അവാർഡി ആയിട്ടുള്ള പോളി എന്ന് പറയുന്ന വ്യക്തി മൈക്കിലൂടെ അനൗൺസ് ചെയ്തത് എനിക്ക് ബോഡി ബിൽഡിങ്ങിന്റെ ഫിസിക്കായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇതിനകത്ത് വിൻ ചെയ്യാൻ പറ്റാഞ്ഞെന്ന്. ഇതേ ജഡ്ജിങ് പാനലിൽ തന്നെയാണ് എന്നെ കൊല്ലം ജില്ലാ ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ആയിട്ട് തെരഞ്ഞെടുത്തിട്ട് സ്ലാഷ് ഇടുന്ന സമയത്ത് പറഞ്ഞത് യു ഹാവ് എ ഗ്രേറ്റ് ഫിസിക്, മെൻസ് ഫിസിക്കില് ഗ്രേറ്റ് ഫ്യൂച്ചർ ഉണ്ട്, വിട്ടുകളയരുതെന്ന് പറഞ്ഞ വ്യക്തികൾ. സോ ജനുവരി 10-ാം തീയതി നടന്ന കോമ്പറ്റീഷനിൽ ഞാൻ മെൻസ് ഫിസിക് അത്ലീറ്റും ഫെബ്രുവരി 15-ാം തീയതി നടന്ന കോമ്പറ്റീഷനിൽ ഞാനൊരു ബോഡി ബിൽഡറും ആയത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സെക്കൻഡ് തിങ്, ഞാൻ വെയിങ്ങിന് പോയപ്പോൾ എന്നോട് പറയായിരുന്നു ഇത് മെൻസ് ഫിസിക്കിന് ചേർന്ന ബോഡിയല്ല, ബോഡി ബിൽഡിങ്ങിന് ചേർന്ന ബോഡിയാണ്, അതിൽ പോവാൻ. തേർഡ് തിങ്, ഞാൻ ടാനും തേച്ച് സ്റ്റേജിൽ വന്നപ്പം എന്നോട് പറയായിരുന്നു ട്രങ്ക് നമ്പർ 453 കം ഫോർവേഡ്, നിങ്ങൾക്ക് ബോഡി ബിൽഡിങ്ങിന്റെ ഫിസിക്കാണ്, മെൻസ് ഫിസിക് അല്ല, നിങ്ങൾ ഡിസ്ക്വാളിഫൈഡ് ആണെന്ന് ആ സമയത്ത് പറയായിരുന്നു. അതും ചെയ്തില്ല. നേരെ മറിച്ച് അത്രയും അത്ലറ്റ്സിന്റെ ഇടയ്ക്ക് ടോപ്പ് 5-ൽ എന്നെ സെലക്ട് ചെയ്തത് എന്തിന്? ഇതിന്റെയൊക്കെ വീഡിയോ അറ്റാച്ച് ചെയ്ത് വെക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാം. കണ്ടു നിന്ന ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നെ വളരെ ഇൻസൾട്ട് ചെയ്ത്, എന്നെ വളരെ മോശമായിട്ട് ട്രീറ്റ് ചെയ്ത്, എന്നെ ഇൻസൾട്ട് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രീം അവർ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട്. മസിൽ മോക്സി ആൻഡ് BBA ചേർന്ന് നടത്തിയ ഈ ഓപ്പൺ മിസ്റ്റർ കേരളയിൽ മസിൽ മോക്സിയുടെ എംബ്ലം ധരിച്ചിട്ടുള്ള ബൗൺസേഴ്സ് എന്നെ മാൻ ഹാൻഡിൽ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ആ ഓഡിറ്റോറിയത്തിൽ കൂടിയിരുന്ന അത്ര ആൾക്കാർ, സമയം എങ്ങാണ്ട് 12:30-1 മണി അടുപ്പിച്ചായി, എൻ്റെ ദേഹത്ത് കൈവയ്ക്കാൻ ശ്രമിച്ചപ്പോൾ അവർ പ്രതികരിച്ചത് അതെനിക്ക് ഇപ്പോഴും മറക്കാൻ പറ്റത്തില്ല. നിങ്ങൾ തന്ന സ്നേഹം എന്ന് പറയുന്നത് ഞാൻ രാവിലെ മുതലേ ഇമോഷണലാണ്. ഞാൻ രാവിലെ മുതലേ നിങ്ങളുടെ സ്നേഹം കൊണ്ട്, സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. ഇത്രയും ഗ്രൗണ്ട് സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. കണ്ണൂരുള്ള ആൾക്കാരെന്ന് പറയുന്നത് യു ഗൈസ് ആർ ഓസം. അത്രത്തോളം നിങ്ങൾ എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും പ്രതികരിക്കുകയും ചെയ്ത് എൻ്റെ കൂടെ നിന്ന് താങ്ക് യു സോ മച്ച്. എനിക്ക് അതല്ലാതെ വേറെ വാക്കുകളൊന്നുമില്ല പറയാൻ. മേ ബി ഈ ഒരു ടൈറ്റിൽ എൻ്റെ നിന്ന് മിസ്സായി പോയിട്ടുണ്ടാവും, പക്ഷേ ഞാൻ വിജയിച്ചത് അത്രയും പേരുടെ മനസ്സിലാണ്. അത്രയും പേര് എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് എൻ്റെ കൂടെ നിന്ന്, എനിക്കത് മതി. എനിക്ക് അതാണ് ശരിക്കും എൻ്റെ വിജയം. ഇവരെന്നെ ഇൻസൾട്ട് ചെയ്തു എന്ന് വിചാരിച്ചെങ്കിൽ വിചാരിച്ചോട്ടെ, ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ബട്ട് ഐ വൺ എവ്രി വൺസ് ഹാർട്ട്. ഞാൻ ഇനിയും സംസാരിച്ചു കഴിഞ്ഞാൽ ഇമോഷണൽ ആവും. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ബാക്കി വീഡിയോ ഞാൻ വീട്ടിൽ പോയിട്ട് തെളിവ് സഹിതം ഇടാം. എന്നിട്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യും ആരാണ് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യും. എനിക്ക് അത്രേ പറയാനുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. അതൊക്കെ അത്ര ഉള്ളു. ഞാൻ പറഞ്ഞില്ല, ജനങ്ങളുടെ മനസ്സിൽ മറ്റേ KGF പറഞ്ഞ പോലെ പോലീസിന്റെ ലിസ്റ്റിൽ വില്ലൻ എന്നുള്ളവൻ, ക്രിമിനൽ എന്നുള്ളവൻ, കള്ളൻ എന്നുള്ളവൻ, അല്ലെങ്കിൽ മറ്റവരുടെ മനസ്സിലെന്നും ഹീറോ ആയിരിക്കും പറയില്ല. അത്ര ഉള്ളിലുള്ള അതുപോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ അറിയാം, ഓഡിയൻസ് അത്രയും പേര് കണ്ടവർക്ക് മനസ്സിലായത് ഇതാണ് സംഭവം. എന്നിട്ടും ആ ജഡ്ജസ് ചെയ്തത് തെറ്റായി പോയിട്ടുള്ളൂ. അതേ ഞാൻ പറയുന്നുള്ളൂ, മനസ്സിലായി. അപ്പോൾ പുള്ളിക്കാരൻ അതിൻ്റെ ഒരു ക്ലാരിറ്റി വീഡിയോ അതിലിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ വേറെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. എന്ന് വെച്ചാൽ പോലീസ് കേസ് വന്ന കാര്യം. ഓക്കെ, സോ ഹായ് ഗൈസ്, കോമ്പറ്റീഷൻ കഴിഞ്ഞ് ഇത് 2ാമത്തെ ദിവസമാണ്. 2 ദിവസമായിട്ട് എനിക്ക് ഉറക്കമില്ല. ഞാൻ ഇപ്പോഴാണ് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിക്ക് എനിക്ക് തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു കോൾ വന്നു. ഇതേ കണക്ക് പരിപാടി നടത്തിയ ആൾക്കാർ എല്ലാവരും കൂടെ ചേർന്ന് എനിക്കെതിരെ പരാതി കൊടുത്തേക്കുന്നു. ഞാൻ കോമ്പറ്റീഷൻ നടന്നുകൊണ്ടിരുന്നപ്പം മൈക്ക് തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു, ജഡ്ജസിനെ ആക്രമിച്ചു, ഇതുപോലത്തുള്ള വ്യാജ പരാതി എനിക്കെതിരെ കൊടുത്തിട്ടുണ്ട്. കോമ്പറ്റീഷൻ കണ്ടു നിന്ന അത്രയും ജനങ്ങൾക്കറിയാം അവിടെ എന്താണ് നടന്നിട്ടുള്ളതെന്ന്. എന്നോട് എപ്പോഴാണ് തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ പറ്റും എന്നാണ് ചോദിച്ചേക്കുന്നത്. എൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ്. അവളുടെ ഡേറ്റ്, അതായത് ചെക്കപ്പ് ഡേറ്റ് വന്നിട്ടുണ്ട്. അതും കൂടെ നോക്കിയിട്ടേ എനിക്ക് വരാൻ പറ്റത്തുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ വരുന്ന ദിവസം ഇന്ന് രാത്രി എന്തായാലും നിങ്ങളെ അറിയിക്കാം. കോമ്പറ്റീഷൻ നടന്ന സ്ഥലത്ത്
ഉണ്ടായിരുന്ന ആരെങ്കിലും സത്യാവസ്ഥ വെളിയിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് എനിക്ക് വേണ്ടി വരിക. അവിടെ നടന്നത് എന്താണെന്ന് അവരെ വ്യക്തമാക്കി കൊടുക്കുക. തൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ചോദ്യം ഉന്നയിച്ചവനെ അഴിക്കുള്ളിലാക്കുന്നതാണ് ഈ അസോസിയേഷൻ്റെ ധർമ്മമെങ്കിൽ എൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി ഞാൻ ഇനിയും ചോദ്യം ചെയ്യും. ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ അത്ര ഉള്ളിലുള്ള പുള്ളിക്കാരൻ പറഞ്ഞോട് ഞാൻ യോജിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ പോലെ ഈ കണ്ണൂർ ആ സമയത്ത് നടന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവരൊന്ന് പോയിട്ട് പുള്ളിക്കാരൻ ഹെൽപ്പ് ആക്കുക എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇക്കാലത്ത് ഈ നല്ലത് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ല. എന്താ വെച്ചാൽ നല്ല രീതിക്ക് ആരും കയറി വരാൻ സമ്മതിക്കില്ല. ആരും ഇല്ല, ഉറപ്പാണ്. എന്താ വെച്ചാൽ നമ്മളെ ആരും അങ്ങനെ സമ്മതിക്കുകയില്ല. സത്യം പറഞ്ഞത് വെച്ചാൽ അവർക്ക് അവരുടേതായ രീതി മനസ്സിലായില്ല. എന്താ വെച്ചാൽ അവർക്ക് അവരുടെ ഫേവറേറ്റുള്ള ആൾക്കാർ ജയിച്ചാൽ മതി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കാരെങ്കിലൊക്കെ നമ്മുടെ ഇപ്പം നടക്കുന്ന പോലെ തന്നെ ഉള്ള അവർ വന്നാൽ മതി എന്നൊരു തോന്നലാണ്. അപ്പം ഞാനും പറയേണ്ടത് എന്താ വെച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം അതാണ്. എന്താ വെച്ചാൽ ഇപ്പം നമ്മൾ ന്യായത്തിൻ്റെ ഭാഗത്താണ് ഞാൻ എന്നും നിൽക്കുമെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ ആ ഓഡിയൻസ്, ആ ഗ്രൗണ്ട് സപ്പോർട്ട്, പുള്ളിക്കാരൻ പറഞ്ഞ ഗ്രൗണ്ട് സപ്പോർട്ട് ഫുൾ ആൾക്കാണ് മനസ്സിലായല്ലോ. എന്നിട്ടും ഈ ജഡ്ജസ് അവിടെ ഒരു തറവേല കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെതിരെയാണ്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ പുള്ളിക്കാരുടെ കൂടെ നിൽക്കണം. ഇനിയിപ്പോൾ പോലീസുകാർക്ക് എന്താ തെളിവ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മൂവ് ചെയ്യുക, നല്ല രീതിക്ക് പുള്ളിക്കാരുടെ കൂടെ നിൽക്കുക. അത്രയ്ക്ക് ഓഡിയൻസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ, മനസ്സിലായത്. എന്ന് വെച്ചാൽ ആൾക്കറിയാം, ഓഡിയൻസിനും അറിയാം എന്താ വെച്ചാൽ എന്തൊക്കെ നടന്നു ഏതൊക്കെ നടന്നുള്ളത്. അപ്പോൾ സോ അതേ പറയാനുള്ളൂ എനിക്കും കേട്ടല്ല. ഇനിവേ ഞാൻ പറയുക മെറിറ്റിലുള്ളവരെ കീറ്റിവിടെ, അല്ലാതെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത ആൾക്കാർ അങ്ങനെയാണെങ്കിലാണെന്ന് പറയരുത് ഒരിക്കലും. മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് അത്രയ്ക്ക് ഡെഡിക്കേഷൻ ഒക്കെ ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ ജിം എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഫുഡിൻ്റെ രീതി മാറ്റണം, മധുരം ഇല്ലാതാക്കണം, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് മാറ്റി വയ്ക്കുന്ന ആൾക്കാർക്ക് നമ്മൾ അതിനനുസരിച്ച് ഒരു നല്ല റിസൾട്ട് കൊടുക്കണ്ടേ. അപ്പോൾ അത് കൊടുക്കുക, അതെനിക്ക് പറയുന്നുള്ളൂ കേട്ടല്ല. എനിവേ നിങ്ങളിതുപോലത്തെ സംഭവങ്ങളൊക്കെ നടക്കായിരിക്കും നാട്ടിൽ. അപ്പോൾ നിങ്ങളും സപ്പോർട്ട് നിൽക്കണം. എന്താ വെച്ചാൽ ഒന്നും നമ്മൾ കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കരുത്. അതേ പറഞ്ഞുള്ളൂ കേട്ടല്ലേ. ബൈ.